ഹലോ എവ്രിവൺ. അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ വീഡിയോ എടുത്ത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച തോന്നുന്നു, വീക്കെൻഡിൽ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ലായിരുന്നു, ഓഫീസിൽ വർക്കൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഫൈനലി ടൈം കിട്ടി, അതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡിന്നറിന് പോവാണ് ഔട്ട് സൈഡ്. നൈറ്റ് സാറ്റർഡേ വീക്കെൻഡ് ആയിരുന്നു, അപ്പോൾ വീക്കെൻഡ് നൈറ്റ് പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ചാലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 million റീച്ചായി ഞാൻ എന്തായാലും എൻ്റെ കണക്കുന്നൊരു പാർട്ടി തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് ദിവസം കഴിഞ്ഞു, എന്താണെന്ന് വെച്ചാൽ 2-3 വീക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഫൈനലി 1 million റീച്ചായി ആ വീഡിയോ. അത് റീച്ച് ആയതുകൊണ്ട് എന്താ പാർട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഞാൻ ചെറിയതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ആദ്യം നിയാസിനമ 10% ആ സിറം ഇട്ടു. ഇതെൻ്റെ ഫേവറേറ്റ് സിറാണ്. നമ്മളെ ഫേസിലുള്ള പോർസ്, ബ്ലാക്ക് മാർക്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നല്ല ബ്രൈറ്റനിങ് തരും ഫേസിൽ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഫേസിൽ. അത് അബ്സോർബ് ആവുന്നിടത്തോളം മസാജ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാനൊരു ലിപ്പ് ലൈനർ ഇട്ടു. ലിപ്പ് ലൈനർ ഇട്ട് അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡാസ്ലറാണ്. എൻ്റെ ഫേവറേറ്റാണ്, ബർഗൻഡി ഷെയ്ഡ്. അതിൻ്റെ ഒരുപാട് ഫേവറേറ്റ് ഷെയ്ഡാണ്. ഞാനൊരു 3 ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫേവറേറ്റാണ്. അതൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്തു. ഞാനൊരു സിറും പിന്നെ ലിപ്സ്റ്റിക്കും ഒരു പൊട്ടിട്ട് വിട്ടു അത് തന്നെ. അപ്പോൾ ഈ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് എഗെയിന് പുറത്ത് പോകാന്ന് വെച്ചാൽ ഭയങ്കര ഒരു മടിയുള്ള പരിപാടിയാണ്. ഓഫീസിൽ നിന്ന് അങ്ങനെ ടയർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഗെയിൻ റെഡി ആയിട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു മടി പിടിച്ചതാണ്. പക്ഷേ എന്തായാലും ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വേണ്ട, ഔട്ട് സൈഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ പോയി. ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് നല്ല പെർഫ്യൂമാണ്. ഇത് പ്ലമ്മിൻ്റെ ബോഡി ഒരു പെർഫ്യൂമാണ്. നല്ലൊരു സ്മെല്ലാണ്. ഇത് ഇട്ടിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് വേണം. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഫ്ലവറായിട്ട് ലാവൻഡർ ഫ്ലവറിൻ്റെ ഒരു സ്മെല്ലാണ്. നല്ല ഗുഡ് സ്മെല്ലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്യുന്നത് അണ്ടർആം റോളോൺ യൂസ് നിവ്യ. ഇത് നല്ല റോളോണാണ്. 72 hours നല്ല സ്മെല്ല്, ഗുഡ് സ്മെല്ല് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണ് എല്ലാത്തിലും പ്രൊവൈഡാണ്. ഞങ്ങൾ ഔട്ട് സൈഡ് മെഡിക്കലൊക്കെ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. അങ്ങനെ മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീ എയർ വിടാമെന്ന് വിചാരിച്ചു. വേണ്ട, ഒരു ക്ലിപ്പ് എടുത്ത് ജസ്റ്റ് പ്ലക്കിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ പ്ലക്കിൻ ചെയ്തു. മുടി എന്തായാലും നനഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അത് ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതൊരു സ്ലീവ്ലെസ് ജീൻസ് ടോപ്പാണ്. ഇതിനൊരു ഗ്രേ കളർ ജീൻസ് ഞാൻ വെയർ ചെയ്തു. അത്രേ ഉള്ളൂ. ഓഫീസിൽ നിന്ന് വന്നിട്ട് റെഡി ആവാന്നൊക്കെ പറഞ്ഞാൽ അതാണ് വലിയൊരു കാര്യമെന്ന് വെച്ചത്. അപ്പോൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ 10 o'clock ഇങ്ങനെ ആയി. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ 10 o'clock ആയി. 2 പേർ റെഡി ആകുമ്പോഴേക്കും കുറേ സമയം എടുത്തു. അങ്ങനെ കുളിച്ചിട്ടൊക്കെ റെഡി ആവണ്ടേ. അപ്പോൾ ടൈം ഒരു 9:30, 10 ആയി. അപ്പോൾ നമ്മൾ 2 പേരും 10 o'clock ഇവിടുന്ന് ഇറങ്ങി. 2 പേരും പെട്ടെന്ന് വേഗം റെഡി ആയിട്ട് റൂമിലേക്ക് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് രാത്രി ഒരു 10 മണിയായിട്ട് ആയിട്ടുണ്ട്. 10 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞിട്ട് പോയത്. അങ്ങനെ ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ വാക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ ഫേമസ് എന്ന് വെച്ചാൽ കർഗ എന്ന് പറയുന്നത് ഫേമസാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ ഒരു ദേവിയുടെ ടെമ്പിളിൽ കർഗ എന്ന് പറയുന്ന ഒരു ഉത്സവം എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ലൈറ്റിങ്സും അതൊക്കെ അടിപൊളിയായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലൈറ്റിങ്സും അതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന്. പക്ഷേ ടെമ്പിള് ആർച്ചിന്ന് കുറച്ച് ഉള്ളിലോട്ട് ദൂരമാണ്. അപ്പോൾ ഈ ആർച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറിന് ചൂസ് ചെയ്തിരിക്കുന്നത് കടായി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്.
ആക്ച്വലി ഇത് ഫസ്റ്റ് വേറൊരു പ്ലേസിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പ്ലേസിൽ അവർ റീലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫുഡ് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്, പുതിയതായിട്ട് വന്നതല്ലേ, അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നോക്കാമെന്ന്. അകത്തൊക്കെ നോക്കി അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസ്, നല്ല അടിപൊളിയാണ്. ഇവർ 2-3 ഫ്ലോർസിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസും ലൈറ്റിങ്സും അതൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ എന്താ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ട് നിന്നു. അപ്പോൾ എന്താണെന്ന് നമ്മൾ എന്തായാലും നോക്കിക്കൊണ്ടാവും. പക്ഷേ ഫൈനലായിട്ട് ഓർഡർ ചെയ്തത് എന്തായാലും ബിരിയാണി തന്നെ ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ഞാൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ സ്റ്റാർട്ടേഴ്സിന് നമ്മൾ ചിക്കൻ തന്തൂരി ലോലിപോപ്പ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഹാഫ് പ്ലേറ്റാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൽ 4 പീസസ് ഉണ്ടായിരുന്നു. ഒരു പീസ് തിന്നുമ്പോൾ തന്നെ വയറ് ഫുള്ള് നിറഞ്ഞു പോയി. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തിന്നു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ അത്ര ക്വാണ്ടിറ്റി അവർ കൊടുക്കുന്ന പൈസക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല ഹൈജീനായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം എന്താ ഓർഡർ ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് ഞാനേ ഒരു ക്രേവിങ്സ് ആയിരുന്നു. എനിക്ക് ക്യാരറ്റ് ഹൽവ ഇത് ഐസ്ക്രീം കഴിക്കണമായിരുന്നു. ഇവിടെ കുറേ നോക്കി ഞാൻ, അവിടെ എനിക്ക് വേറെ കിട്ടിയില്ല. അങ്ങനെ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും ഞാൻ ഓർഡർ ചെയ്തു. അത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കഴിച്ചിട്ട് വയറ് ഫുള്ളായി. നമ്മളെല്ലാം ഓരോരോ ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്. അപ്പോൾ ഓരോരോ ക്വാണ്ടിറ്റി തന്നെ 2 പേരും കഴിച്ചിട്ട് ഫുള്ളായി വയറൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. ഞാൻ വ്ളോഗ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ അവിടെ ഔട്ട് സൈഡ് പോയി നമ്മൾ ഫോട്ടോസ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ നല്ല റെസ്റ്റോറൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ രാജാജി നഗറിലുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇത് രാജാജി നഗർ ബസവേശ്വര നഗർ എന്ന് പറയുന്ന ഒരു പ്ലേസിലുള്ളത് കടായി എന്ന് പറയുന്ന ഷോപ്പാണ്. എന്തായാലും വിസിറ്റ് ചെയ്യാം. ഇവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളി, വെറൈറ്റി ഫുഡ്, വെജ് നോൺ വെജ് എല്ലാം ഇവർ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അഗെയിൻ നമ്മളെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ. നമ്മൾ പോകുമ്പോൾ അത്രയ്ക്ക് ക്രൗഡ് ഉണ്ടായിരുന്നില്ല. 3-4 ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു അത്ര തന്നെ. അപ്പോൾ അത്ര വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല വാങ്ങി ഇരുന്നിട്ട് കഴിക്കാൻ പറ്റി. പെട്ടെന്ന് പോയപാടെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ ടൈം നോക്കുമ്പോൾ 11:30 മണിയായിരുന്നു. 11:30 മണിക്ക് നമ്മൾ നടന്നുകൊണ്ട് ഇങ്ങനെയും പറഞ്ഞുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ അത് ഫുഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാത്ത ഇതൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും കുറച്ച് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോഴേക്ക് എനിക്ക് കുറച്ച് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്തായാലും 11:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും റൂമിലേക്ക് എത്തിക്കോട്ടെ, പിന്നെ ഉറങ്ങാമെന്ന് 2 പേരും എന്തൊക്കെ പറഞ്ഞിട്ട് കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ വന്നു. അങ്ങനെ നമ്മൾ എഗെയിൻ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ല കറക എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു, ലൈറ്റിങ്സിൻ്റെ അതിൻ്റെ ഒക്കെ. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് കൊടുത്തു, ഫോട്ടോസ് എടുത്തു. അപ്പോൾ എന്തെങ്കിലും നല്ല ലൈറ്റിങ്സോ നല്ല എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ എടുക്കണം എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ 2 പേരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇങ്ങനെ നടന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ റൂമിലേക്ക് റിട്ടേൺ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളൊരു നൈറ്റ് ഔട്ടും നൈറ്റ് ഡിന്നറും ഇതൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നും കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു. ബൈ.